ആരാത് ഗൈസ് അതിങ്ങനെ അടച്ചാട്ടിങ്ങനെ ഇങ്ങോട്ട് എടുക്കാം. ഹലോ നമ്മള് കൂത്തുറപ്പിലാണല്ലോ ഗൈസ്. ഹൽദിയുടെ ഒരുക്കങ്ങളാണ് കുഞ്ഞാവയുടെ, അതായത് എന്റെയും ഇവളുടെയും ഒക്കെ ചേട്ടനായ കുഞ്ഞാവയുടെ ഒരുക്കങ്ങളാണ്. ഹൽദിയുടെ ഒരുക്കങ്ങളാണ്. അപ്പൊ ബ്രൈഡും ഗ്രൂമും വെച്ച് ബാക്കി എല്ലാരും ഇവിടെ ഉണ്ട്. അതെ, ഞങ്ങൾക്ക് അങ്ങനെ ഇരുന്നപ്പോ ഞങ്ങൾക്ക് ഒരു ആഗ്രഹം വൈകുന്നേരം അത്ര സമയം വരെ ഒരു പ്രശ്നമില്ല. വൃത്തിയാക്കി എല്ലാം കഴിഞ്ഞതിന് ശേഷം എല്ലാവരും മുറ്റത്തിരുന്നല്ലോ എന്നാ പിന്നെ ഫ്രണ്ട് ഒന്ന് പെയിന്റ് അടിച്ചാലോ. അപ്പൊ എല്ലാം കൂടി പെയിന്റ് എല്ലാം വാങ്ങി വെച്ച് ഇപ്പൊ പുറത്ത് നല്ല പെയിന്റ് അടി നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിവിടെ പട്ടിപ്പണിയിലാണ്. ഇത് വൃത്തിയാക്കൽ പരിപാടികൾ പുരോഗമിച്ചിരിക്കുന്നു. ഞങ്ങൾ നാളെ ആകുമ്പോഴത്തേക്ക് ദീപ്തി ചേച്ചി വരും, കുഞ്ഞാവ് വരും. അപ്പത്തേക്ക് ഇതെല്ലാം സെറ്റാക്കാനുണ്ട്. നാളെ വൈകുന്നേരം ഹൽദി. ഇന്ന് അത് വായിരിക്കില്ല. ഇവിടെ കുരുത്തും അത് ഇവിടുന്ന് പുറത്തൊക്കെ കളിക്കുകയാണ് ഗെയ്സ്. ഞാൻ പുറത്ത് കാണിച്ചു തരാം. എല്ലാവരും പട്ടിപ്പണിയാണ്. പട്ടിപ്പണി എന്നാലും അധ്വാനിക്കുന്ന 10 ആൾ കാണട്ടെ എന്ന്. അച്ചു പ്രൊജക്റ്റ് വരെ ത്യജിച്ചിട്ട് പെയിന്റ് അടിയാന്ന് കൊടുത്തു. ഉണ്ണിമാമൻ മേലേന്ന് പെയിന്റ് അടിയാ. ആ കണ്ട് ആ കൂടെ വൃത്തികേടായിട്ടാണ് കേസ്. ഇതെല്ലാം ഇനി വൃത്തിയാക്കണം. അത് അടുത്ത ടാസ്ക്. അതിന് മുന്നേ ഇതിനെല്ലാം ഉറക്കണം കിടത്തിയിട്ട്. പോയിട്ട് ഉറങ്ങാലോ. എന്നാ ഗുഡ് നൈറ്റ് പറ. ഗുഡ് നൈറ്റ് അച്ചു. ഗുഡ് നൈറ്റ് പറ. ഗുഡ് നൈറ്റ്. ഉണ്ണിമാമൻ ഉറങ്ങിയാള് വന്നു. അച്ചു ഉറങ്ങിയാള് വന്നു. ഉറക്കത്തെ എവിടെ അടുക്കളയിലുള്ള അയ്യോ എന്റെ പള്ളി ഇതാരാ? ആരേത്? അയ്യോ എല്ലാം അലങ്കോലമായിട്ട് അച്ചുമാമൻ എന്നാ അമ്മൻ്റെ മുടി എന്നാ പണിയെടുക്കുന്ന അച്ചുമാമനെ കണ്ടു ഗൈസ്. അങ്ങനെ ഒരാളെങ്കിലും കാണട്ടെ. 10 ആൾ കാണട്ടെ പണിയെടുക്കുന്ന. സ്കൂൾ മറ്റേ പ്രൊജക്റ്റ് പ്രൊജക്റ്റും വെച്ചിട്ട് പട്ടിപ്പണി എടുക്കാണ് ഗൈസ്. താഴെ പോണോ? എല്ലാം അലങ്കോലമായിട്ടുള്ള ഇതെല്ലാം ക്ലീൻ ചെയ്യണല്ലോ. കഴിഞ്ഞ മഞ്ഞ ഓൾറെഡി ഇതുണ്ട്. നാളെ ഉണക്കിയിട്ട് ഞാൻ വേറെ ഉണങ്ങൂലേ. നോക്കുന്നുണ്ട്. എണീക്കുന്നുണ്ടാ? ആ മോനെ ഹെൽപ്പ് ചെയ്ത് കൊടുത്തോ. കുഴപ്പമില്ല. ഹെൽപ്പ് ചെയ്തു ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അമ്മമ്മക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്ക്. അമ്മയെ ചെയ്യാറില്ല പൊതുവെ. ഇവിടെ ബുക്ക് ഉണ്ടായിരുന്നു. എന്റെ കുറച്ച് ബുക്ക് ഉണ്ടായിരുന്നു. ഇംഗ്ലീഷ് ആകുന്നു. ഇവിടെ സ്ട്രൈറ്റ്നർ കാണുന്നുണ്ട്. ഇത് എപ്പോഴത്തെ എവിടുത്തെ നമുക്ക് അറിയില്ല. ആ വർക്കിംഗ് ആണെന്ന് തോന്നുന്നു. അല്ലാണ്ട് ഞാൻ കളഞ്ഞെടുത്ത് അച്ചു കൊണ്ടുവരുമല്ലോ. അച്ചു കൊണ്ടത് ഞാൻ എന്നാ ഉണ്ണി കാണണ്ട. ഉണ്ണി എന്നെ ചീത്ത എന്നാണേ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വീട്ടിൽ പോകുമ്പോൾ സ്ട്രൈറ്റ്നർ എടുത്തു ചെന്നൈയിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. നോക്കുമ്പോൾ ഒരു ബാഗ് എടുക്കാൻ പറ്റുന്നില്ല. ലഗേജ് അധികമായിട്ട് നമ്മൾ വേറെ പറയല്ലേ പോയെ. അപ്പൊ ഞാൻ സ്ട്രൈറ്റ്നറുള്ള ബാഗ് അവിടെ വെച്ച് പോയി. ഇപ്പൊ സ്ട്രൈറ്റ്നർ എന്റെ കയ്യിലുള്ള ഇടില്ലേ. ഉണ്ണി ചീത്തയായിട്ട് എന്നോട്. ഞാൻ എന്തായാലും പറഞ്ഞു വെച്ചിട്ട് പോയാൽ മതി. ഇത് മറ്റേ ഓ ആ ഇത് മറ്റേ മറ്റേ
ഇതിനൊക്കെ യൂട്യൂബ് വീഡിയോസ് എന്ത് ചെയ്യാൻ ആണ്. വീട് നല്ലൊരു ഫോട്ടോ എടുത്താണ് സീരി പിക്ക് ഹെവി പിക്ക്. പെണ്ണാണ് ഇത്. ഇതേതാ ഇതാരാ? ഒരു വാലന്റൈൻസ് ഡേ പുതിയ സെറ്റായി. ഗൂൾസ് മോളെ വഴിതെറ്റിപ്പോ മോളെ. നല്ല കുടുംബത്തിലേക്ക് നല്ല കുടുംബത്തിലേക്ക് കയറി വരുന്നത്. എവിടെ തേപ്പ് മാത്രം നടത്തല. ഇവനേതാണ് ചിഞ്ചു കഴിയുമ്പോ മഞ്ജു, മഞ്ജു കഴിയുമ്പോ രഞ്ജു. എവിടെ എത്തി? പിന്നെ കറക്റ്റ് പേരുള്ളോണ്ട് കിട്ടും. അമ്മു, അമ്മു, അമ്മു എന്റെ പേര്. പോയി അതാ തുമ്മലായി സമ്പൂർണ്ണ. വേദമ്മു അമ്മു ഇന്റെ ഫോട്ടോന്റെ സൈഡില് കൊരങ്ങന്റെ ഫോട്ടോ വെച്ചിട്ടില്ല. കൊരങ്ങ് എത്ര മണി വരെ കിടന്ന് ഉറങ്ങണ്ടേ? ഞാൻ 10 മണി എത്ര? അതിന് സീനില്ല. 4 മണിക്കൊന്നും പോയി വാങ്ങിക്കുവാ. 4 മണി വരെ ഉറങ്ങാൻ. നേരത്തെ എന്തെങ്കിലും പറഞ്ഞ 1 മണി മുതൽ 4 മണി വരെ വേണമെങ്കിൽ ഉറങ്ങാണ്ടിരിക്കാന്ന്. 4 മണി വരെ ഉറങ്ങാണ്ട്. ഇവൻ പോയി മേടിച്ചോളൂ. എടാ പിന്നില്ലേ മോളെ കല്യാണത്തിന് വരണേ. മോളെ പറഞ്ഞ മോളെ. മോളെയൊക്കെ എന്തോ കുഴപ്പമുണ്ടല്ലോ. മോള് എടാ ഇതേനെ എവിടെ അടിക്കണ്ടേ? ഇതേടെ അടിക്കണ്ടേ? അതാ പറഞ്ഞോക്ക്. അങ്ങനെ പറയല്ല മോളെ. ഏതൊക്കെ മോളുകളാ വരുന്നത് പറയാൻ പറ്റും. അതെ ഇത് ഒരു മോളായി. അടുത്ത മോളേതാണ്. ഏടാ ഇതേടെ അടിക്കണ്ടേ? അടിച്ചു വിട്ടെ തേച്ചു. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ കുഞ്ഞാവി നന്ദി വേണമെന്ന്. 2 ബിരിയാണി എക്സ്ട്രാ വേണം. കല്യാണത്തിന് സദ്യ അല്ലേ? ബിരിയാണിയാ? ബിരിയാണിയാ? ഇവിടെ ഇതിന്റെ വളകാപ്പിന് ചെയ്ത പോലെ തന്നെ ബിരിയാണി ഓർഡർ ചെയ്തു. അവിടെ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഓവനെ കൂട്ടിക്കോ. കണ്ട് ഇവൻ വഷളാവുന്ന അപ്പുറത്തെ വീട്ടിലെ ആദ്യം എടാ എണീച്ച് പണിയെടുക്കി. അനക്കൊന്ന് ഉരുട്ടാൻ തരുമോ അത്? എടാ ഇത് രണ്ടും അടുപ്പ് ഇങ്ങനെ ഇട്ട അങ്ങനെ ഇടാൻ പറ്റില്ല. എടാ അകത്തൊരാൾ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഓൻ നിന്നെ കടിച്ചല്ലേ പഠിക്കുന്നത്. 2 കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഇതൊന്നും അറിയില്ല. ആകെ വരച്ച് കൊണ്ടല്ലേ. മെല്ലെ ആക്ക് മെല്ലെ ആക്ക്. പക്ഷെ ഇത് സൂപ്പർ ഉണ്ട്. അല്ലാണ്ട് വെറുങ്ങനെ ഇതിനെ കൊണ്ട് വരക്കുമ്പോ ഒരു സുഖമില്ല അല്ലേ? ഈ പൈപ്പിൽ ഇടുന്നത് അടിപൊളിയാണ്. എല്ലാം തയ്ക്കിട്ടാ. ഞാൻ ഗൈസ് സമയം ഇപ്പം രാത്രി 1 മണി കഴിഞ്ഞിരിക്കുകയാണ്. ശേഷിക്കുന്നത് നമ്മൾ 3 ആൾ മാത്രം. ബാക്കി എല്ലാവരും ക്ഷീണിച്ച് കിടന്നു. കൊഴിഞ്ഞു പോയി തറ തുടങ്ങി. ഒന്ന് അതുവഴി പോയി. ഒന്ന് മറ്റേ അടൂടെ മടപ്പരക്കിൽ അത് വഴി പോയി. ഒരാള് പാവക്ക് കിടന്നു ഉറങ്ങുന്നത്. ഓക്കെ ടൈനി ഉണ്ട് അടൂടെ മടപ്പരയില്. അത് അതിലൂട്ട പോയി. ഇപ്പൊ നമ്മള് മാത്രം. ഓ ഇന്റെ ടൈനീനി അതിന്റെ അകത്താണൊക്കെ പാവക്കൂ. ടൈനി കുട്ടി പാവം കൊടിച്ചുപട്ടീനെ പോലെ ആക്കി. നല്ലൊരു മോളായിരുന്നു.
നാളെ കുളിപ്പിക്കും. എടാ നീ തുടക്കണേ, സമയം. ഇന്നോടല്ലേ വെള്ളം മാറ്റിയിട്ട് നല്ല ലോഷനെല്ലാം എടുത്തരാൻ പറഞ്ഞേ. ഇത് മറ്റേ നിന്റെ അമ്മ പറഞ്ഞ പോലെ ഓളാടെ ഇരിക്കും. അതല്ലേ വെള്ളം ചൂടാക്കാൻ പോവും. ആ ബക്കറ്റെടുത്ത് മുമ്പോട്ട് ഓടുന്ന് പറഞ്ഞ പോലെ. ഈ ടിന്നർ തന്നെ ഇതിന്റെ കുറെ സമയം ഞാൻ അത് രണ്ടും ഇങ്ങെടുത്തോണേ. അത് രണ്ടും ഇങ്ങെടുത്തു. അത് മാറ്റിയതാണ്. ഏത് വെള്ളമല്ലേ? മാറ്റിത്തരാം. കഴിഞ്ഞില്ലേ? അതായത് ഏകദേശം ഫ്രണ്ട് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് ഗൈസ്. മുറ്റേം രാവിലെ കയ്യല്ല. ഒരാളത് ക്ഷീണിച്ചതിലിട്ട് പോന്നു. നാളെ രാവിലെ മുതൽ തിരക്ക് മൂട്ടപ്പാച്ചിലായിരിക്കും. അതുകൊണ്ട് വൃത്തിയാക്കലൊന്നും നടക്കില്ല. അതുകൊണ്ട് ഇന്ന് തന്നെ ക്ലീൻ ചെയ്ത് കിടക്കണം. സമയം ഇപ്പോൾ 1:30 ഇനി കിടന്നിട്ട് നാളെ രാവിലെ മുതൽ ഓട്ടായിരിക്കും. വൈകുന്നേരം ഫങ്ഷൻ എല്ലാം കൊണ്ടും പണിയാണ്. മറ്റേ എന്തിനാ പാട്ട്? തേങ്ങ 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 ഇത് മറ്റെന്താ എന്തോ ഉടക്കൂലേ? അത് ആണ് ശരിക്കും ഉണ്ണീൻ്റെ അതിനകത്ത് കെട്ടി വെച്ച് തന്നെയാന്ന് തോന്നുന്നല്ലേ. ഇതെന്ത് പാത്രേനു? ഇതെന്ത് പാത്രേനു? സൂപ്പർ. അണീടുന്നേ കളറിക്കോട്ടോ. നൈസാണ്, നല്ല രസമുണ്ടല്ലോ. ഞാൻ വെച്ച പൊളീനിയാണ്. മഞ്ഞ മൂടിയുള്ള കുപ്പി, ചെവിയുള്ള കുപ്പി. നല്ല എനിക്ക് തോന്നി കൂട്ടായിട്ടുണ്ടോ? വെട്ട് വിഴുങ്ങുന്നു. എല്ലാം മറ്റേ ഇതുപോലെ ഇരുന്നിട്ടുണ്ട്. ഇന്നിങ്ങനെ നാളെ രാത്രി ഇടുന്നായിരിക്കും അല്ലേ? മറ്റേ ഇതെടുത്ത് വെക്കണം, ട്രാൻസാക്ഷൻ വീഡിയോ. ഇന്ന് രാത്രി നാളെ രാത്രി. നാളെ രാത്രി ഓർമ്മ ജിൽജിൽ മേശവരി. അച്ഛനോട് മേശവരി ആകാൻ ജിൽജിൽ. പക്ഷെ ലുക്ക് ഉണ്ട് ഉണ്ണീനെ. ഈ വീട് ഒരു വിൻറ്റേജ് ലുക്ക്, ഇതൊരു ജിൽജിൽ ലുക്ക്. സമയം എത്രയായി? 2 മണിയാ. ഒക്കെ ഇല്ലല്ലോ ഇത്. എടാ ഇഞ്ഞെന്താ ജേഴ്സി തിരിച്ചിട്ടേട്ടെ? ഇവിടെ ഭയങ്കര ലൈറ്റ് ഇല്ല. ഇപ്പൊ ലൈറ്റ് കുറഞ്ഞ പോലെ ഇല്ലല്ലേ? പക്ഷെ നിന്നെ ഒരേ ആംഗിളിൽ നോക്കുമ്പോൾ ലൈറ്റ് ഉണ്ട്, ഒരാളെങ്കിലും നോക്കുമ്പോൾ ലൈറ്റ് ഇല്ല. കുറച്ച് സെർലാക്ക് കലക്കി കുടിച്ചാൽ ഇനി കുട്ടീനെ കൊടിയും മുട്ടിക്ക്. സെർലാക്ക് ജിൽ ജിൽ ജിക. പക്ഷെ ഒരു എടാ ഇത് രസമില്ലാന്നല്ല പറഞ്ഞേ, ഇത് പക്ഷെ ഇവിടുത്തെ ലുക്കിൽ ചേരുന്നില്ല എന്നാ പറഞ്ഞേ. എന്നാ നീലല്ലേ? അത് ശരിയാണ്. നിങ്ങൾ ഇവിടെ ഒരു ലൈറ്റും കൂടി എടുത്തു കാണണേ. ഞാൻ പറഞ്ഞില്ല ഇത് റിസോർട്ട്. നമുക്കിതൊരു ഈ വീടൊരു എന്താ പറയുക മ്യൂസിയം ആക്കണം, ഹെറിറ്റേജ് റിസോർട്ട് ആക്കണം. എന്നിട്ട് നമുക്ക് കുറേ വിദേശികളെല്ലാം എടാ അടക്കം മേടിച്ചിട്ടുണ്ടെങ്കിലോ. സംഭവം ഇപ്പൊ ജിൽജില്ല. അതിനാണ് ഞാൻ സീരിയസ് ആയിട്ട് രസമുണ്ടെന്നാ പറഞ്ഞേ, തമാശ. ഇതിപ്പോ നല്ല പറഞ്ഞത് മറ്റേ സവർക്കർ എടുത്തിട്ട് വെച്ച പറ സൗദ സുധേന്ത് സൗദ. എന്നോട് ഞാനത് എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി വെക്കാൻ പറഞ്ഞിട്ടില്ലേ? ഇതെല്ലാം ഫോണേ അങ്ങനെ ആക്കി വെക്കാം. ഇത് നമ്മളല്ലേ? ഞാൻ നല്ല വെള്ള പൊട്ടിയിട്ട പോലെ ഉണ്ടാണ്.
ഇപ്പം പാട്ട് വെക്കാനാ? ഏത് അയ്യോ നമ്മൾ പണ്ടത്തെ നമ്മളാണ്. എനക്ക് അതെല്ലാം ഓർമ്മ വരുന്നത്. പണ്ട് ലില്ലിലൊന്നുമില്ല. പണ്ട് എൻ്റെ അച്ഛനൊക്കെ എടുക്കുന്നത് നമ്മളിങ്ങനെ ഒച്ചാക്ക പാപം. രസമുണ്ടേ, രസമുണ്ട്. ഇത് പക്ഷേങ്കിൽ വേഗം ഇതിൻ്റെ മേലെ ഈ സാധനം വാങ്ങണേനോടെ ക്ലിപ്പ് ഇതിൻ്റെ അടിയിൽ വെച്ച പോലത്തെ ഉണ്ടോ? ഇവിടെ ഉണ്ടോ? അടിയിലത്തെ ഊരിക്കഴിഞ്ഞാൽ മറ്റേ ഇത് പോയി പോവും. പക്ഷെ ഇത് ലുക്ക് ഉണ്ടണേ. മറ്റേ സാധനമില്ല, ഫ്രൂട്ട്സിൻ്റെ കൊട്ട കൊടുത്തു. 2-3 ഫ്രൂട്ട്സും കൂടെ വെക്കണം. എന്തായാലും രാവിലെ എല്ലാം കഴുകണ്ടല്ലേ. ഇത് കഴുകണം. സമയത്രയായി 2 മണി. നമുക്ക് ഭ്രാന്ത്. അങ്ങനെ ഒരുവിധം ഡൈനിങ് ഹാള് സെറ്റായിട്ടുണ്ട്. പക്ഷെ ഇപ്പം നല്ല ഭംഗിയുണ്ടാണ്. ചെക്കനെ കുറ്റം പറഞ്ഞത് വെറുതെ പോയി. നല്ല രസമുണ്ട് കാണാൻ. ഇപ്പോൾ ഒരു ലൈറ്റ് വന്ന പോലെ ഉണ്ട് ഇവിടെ. ഓവറോൾ അച്ചൂരെ സെലക്ഷൻ ബാഡായിട്ടില്ല, നല്ല സെലക്ഷനായിരുന്നു. അതങ്ങനെ കാണുമ്പോൾ രസമില്ലാത്ത നമുക്ക് ഇട്ട രസമുണ്ടല്ലോ, നേരെ ഉൾട്ടായിരിക്കും. കാണുമ്പോൾ നല്ല ഭംഗിയില്ല, ചിലപ്പോൾ ഇട്ടാണ്. ഓക്കെ, എല്ലാം സെറ്റായി. ഇതൊക്കെ പെട്ടുപോയോ? കഴിഞ്ഞില്ലേ? പോയി കൂടെ. അതൊന്ന് തുറക്കണം, ഇതൊന്ന് തുറപ്പിക്കണം നാളെ. അപ്പം നമ്മൾ വൃത്തിയാക്കൽ പരിപാടികളെല്ലാം ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് പണിയുണ്ട്. അത് ഇനിയിപ്പോൾ നാളെ രാവിലെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്ന് ലേറ്റായി. സമയം ഇപ്പം 2:30-3 മണിയെങ്ങാണ്ടായി തോന്നുന്നു. അപ്പം ഞാൻ ഇത്ര സമയം ചെയ്തതെല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം. പെയിൻറ്റ് ചെയ്തതും കാര്യങ്ങളെല്ലാം മര്യാദയ്ക്ക് കാണിക്കൽ നാളെ രാവിലെ ആവണം. അപ്പോൾ ഇതാ ഇവിടെ സോഫയെല്ലാം സെറ്റ് ചെയ്ത് പുതിയ കവറൊക്കെ വിരിച്ച് വെച്ചു. ഇവിടെയൊക്കെ ക്ലീൻ ചെയ്ത് അടിച്ചു വാരി തുടച്ചു വെച്ചു. ഇനിയിപ്പോൾ നേരെ പോയി കഴിഞ്ഞാൽ ഇവിടെ ഉണ്ണി ഗെയിം കളിക്കുന്നതാണ്. അപ്പോൾ ഇതാ ഇവിടെ എല്ലാം നീറ്റാക്കി വെച്ച്. ഇത് ഫാനിൻ്റെ കാറ്റിനിങ്ങനെ പറന്നു പോകും ഈ സാധനം. അയ്യോ. അപ്പോൾ ഇതാ ഇതെല്ലാം സെറ്റാക്കി വെച്ചു. പിന്നെ ഈ അകമാണ്. ഈ അക നേരത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പം നല്ല മാറി. അതും ഉറങ്ങുന്നുണ്ട്. ഫുള്ള് വിരിച്ച് സെറ്റ് ചെയ്ത് വെച്ചു. അത് ഡ്രസ്സും കാര്യങ്ങളും നാളെ ഹൽദിൻ്റെ ഇതാ അവിടെയുണ്ട്. ആ ദിവസം ഉറങ്ങുന്നുണ്ട്. പിന്നെ ഇവിടെ സെൻട്രൽ ഹാളെല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെച്ചു. ഇനി ബാക്കിയുള്ളത് ഇതാ ഇവിടെയെല്ലാം ക്ലീനായി. അപ്പോൾ ഇനിയിപ്പം ബാക്കിയുള്ളത് എന്താ, കിച്ചണും ബാക്കിയുണ്ട്, മുറ്റവും ബാക്കിയുണ്ട്. അതിനിപ്പം നാളൊരു ചേച്ചി വന്നിട്ട് ക്ലീൻ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നമ്മളെ പരിപാടി കഴിഞ്ഞു. ഇനി വേഗം കിടന്ന് ഉറങ്ങട്ടെ. സമയം 3 മണിയായി. 3 മണി കഴിഞ്ഞു എന്ന് തോന്നുന്നു. അമ്മു അകത്തുണ്ട്. അപ്പോൾ പണിയെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും സമയം 3 മണി. നമ്മൾ മുന്നേ കിടന്നുറങ്ങട്ടെ. എല്ലാവരും ചെക്കൻ വരും, പെണ്ണ് വരും, പരിപാടി ഉണ്ട്. ചെക്കൻ വന്നിട്ട് നമ്മൾ ചെക്കൻ്റെ വീട്ടാണല്ലോ. നമ്മൾ ചെക്കൻ്റെ വീട്ടാണ്. ഇവിടെ നടുക്ക് ഞാൻ ചെക്കൻ്റെ വീട്ടാണ്. ഇപ്പോൾ അതുകൊണ്ട് പരിപാടി കഴിഞ്ഞ് ഉറങ്ങട്ടെ. ലൈറ്റ് ഓഫ് ആക്കട്ടെ. ബൈ.